ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, നമുക്ക് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമോ, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫ്ലൈറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന നമ്പറിലേക്ക് ഓൾറെഡി നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആണ്, നമുക്ക് പുതിയ ടൈം നമുക്ക് ഈ മെസ്സേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇൻഡിഗോയുടെ കസ്റ്റമർ കെയറിലേക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആ ടൈമിൽ നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ നമ്മുടെ PNR നമ്പറും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ പുതിയ ടൈമും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഡിലേ ആകാനുള്ള കാരണവും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഓൺലൈൻ വഴിയാണെങ്കിൽ നമുക്കിത് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇൻഡിഗോയുടെ ഒഫീഷ്യൽ സൈറ്റായ goindigo.in എന്ന സൈറ്റിലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വരും. നമുക്ക് ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് യാത്ര വരുന്നത്. ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് ഡീറ്റെയിൽസ്, ഫ്ലൈറ്റിൻ്റെ നമ്പർ, PNR നമ്പർ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെർച്ച് ഫ്ലൈറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് തരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് കൊച്ചി ടു ഡൽഹിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും ഡിലേഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 12:20 ഡൽഹിയിൽ എത്തുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 11:45 സ്റ്റാർട്ട് ചെയ്തിട്ട് 2:45 എത്തുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ടൈം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ തന്നെ വേറെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അത് അവരെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് അതിന് വേറെ എക്സ്ട്രാ ഫീസുകളൊന്നും വരുന്നില്ല. ഓക്കെ,